നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 മെയ് 3, 4 തീയതികളിലെ രാശിഫലങ്ങൾ, ദിനഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെ കുറിച്ചും പറയുന്നുണ്ട്. ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ മെയ് 3 രാവിലെ 6:37 AM മുതൽ മെയ് 5 ഉച്ചയ്ക്ക് 2:01 PM വരെയാണ് ഇതിൽ ഈ ഫലങ്ങൾ അനുഭവവേദ്യമാവുന്നത്. ഈ ദിവസങ്ങളിൽ ചന്ദ്രൻ നിൽക്കുന്നത് സ്വക്ഷേത്രത്തിലാണ്, കർക്കിടകം രാശിയിലാണ്. അപ്പോൾ പൊതുവെ 12 രാശിക്കാർക്കും ഒരു ഗുണാനുഭവങ്ങൾ ഒരു 10% കൂടിയിരിക്കും, ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും. പിന്നെ എല്ലാ ദിവസവും പറയാം, ഈ ജ്യോതിഷം പറയുന്നതിന് ഈ ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. ദക്ഷിണ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എങ്കിലും ഒരു 1-2% ഫലപ്രാപ്തി കുറയും. അപ്പോൾ അത് ഒഴിവാക്കാൻ ഞങ്ങൾ പണമായിട്ട് ദക്ഷിണ ചോദിക്കുന്നതിന് പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ദിവസങ്ങളിൽ ശുക്രൻ ഉച്ചരാശിയിൽ നിൽക്കുന്നു, പക്ഷേ ബുധനും ചൊവ്വയും നീചരാശിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മേടം രാശി നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം. ഇവർക്ക് 4 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. മേടം രാശിക്ക് വ്യാഴം ധനഭാവത്തിൽ 2-ാം ഭാവത്തിൽ ധനസ്ഥാനത്ത് നിൽക്കുന്നു. ശുക്രൻ അനുകൂലമാണ് 12-ാം ഭാവത്തിൽ. അതുപോലെ ശിഖി അഥവാ കേതു 6-ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നെങ്കിലും 4 ഗ്രഹങ്ങൾ, 4 പാപഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. സൂര്യൻ ജന്മത്തിൽ നിൽക്കുന്നു, ചൊവ്വ 4-ാം ഭാവത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ശനിയും സർപ്പവും പ്രതികൂലമായി 12-ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത്, നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ കഴിവതും ഈ ഇൻവെസ്റ്റ്മെൻറ്റുകൾ മാറ്റിവെക്കുക. പിന്നെ ഇവിടെ ബുധൻ 12-ാം ഭാവത്തിൽ ആണ്, പ്രതികൂലമാണ്. അത് 6-ാം തീയതി മാറും, അതും പക്ഷേ അനുകൂലമല്ല. ചൊവ്വ ജൂൺ 6-ാം തീയതി ചിങ്ങൻ രാശിയിലേക്ക് വരുന്നത് കുറച്ചുകൂടി ബെറ്ററാണ്, പ്രതികൂല അവസ്ഥയിൽ നിന്ന് മാറും. അപ്പോൾ കുറച്ച് കാലം മേടം രാശിക്ക് അത്ര ഗുണകരമായിട്ടുള്ള ദിവസമല്ല, പ്രത്യേകിച്ച് ഈ ദിവസങ്ങൾ ഗുണകരമായിട്ടുള്ള ദിവസങ്ങളല്ല. എങ്കിലും പൊതുവെ ഇവർക്ക് അത്യാവശ്യം ധനവരവൊക്കെ ഉണ്ടാവും, എങ്കിലും പൊതുവെ അതിനൊക്കെ ഒരു തടസ്സമുണ്ടാവും. കഴിവതും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ചെയ്യാതിരിക്കുക, അതൊക്കെ മാറ്റിവെക്കുക. ഇനി ഇടവം രാശി. ഇടവം രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാന 3 പാദം, രോഹിണി മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് അടിപൊളി ദിവസങ്ങളാണ്. 7 ഗ്രഹങ്ങൾ ചന്ദ്രനുൾപ്പെടെ അനുകൂലമായിട്ട് നിൽക്കുന്നു. പൊതുവെ ഇവർക്ക് ചന്ദ്രൻ സ്വക്ഷേത്രത്തിലും കൂടിയാണ് നിൽക്കുന്നത്, അപ്പോൾ ഗുണഫലങ്ങൾ കൂടിയിരിക്കും. അപ്പോൾ അത്യാവശ്യം
ഇടിവെട്ട് സൗഭാഗ്യം ഉള്ള ദിവസങ്ങളാണ്. എങ്കിലും സൂര്യനിവിടെ 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്താണ് നിൽക്കുന്നത്. അത് പ്രതികൂലമാണ്. അപ്പോൾ തൊഴിൽപരമായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും ഈ 7 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു അവസ്ഥ കൊണ്ട് അതൊക്കെ ഇവർക്ക് നിസ്സാരമായി മറികടക്കാൻ പറ്റും. പൊതുവെ ഇവർക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. വ്യാഴം ജന്മത്തിലാണ്, അതും പ്രതികൂലമാണ്. എങ്കിലും മെയ് 14 വ്യാഴം അനുകൂലമായിട്ട് വരും, ധനസ്ഥാനത്ത് വരും. അപ്പോൾ പൊതുവെ ഒരു ധനവരവ് കൂടുന്ന ഒരവസ്ഥയിലേക്ക് ഏകദേശം 1 വർഷം വ്യാഴം ഈ ധനസ്ഥാനത്തായിരിക്കും മെയ് 14 തൊട്ട് വരുന്നത്. മെയ് 14 രാത്രിയിലാണ് വ്യാഴം മാറുന്നത്. എനിവേ ഇവർക്ക് ഏർപ്പെടുന്ന ഏത് കാര്യത്തിലും ഇവർക്ക് ഒരു വിജയസാധ്യത നിലനിൽക്കുന്നു. പിന്നെ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് സർപ്പം അഥവാ രാഹു നിൽക്കുന്നത്. അപ്പോൾ ഊഹക്കച്ചവടങ്ങളിലും ഭാഗ്യപരീക്ഷണങ്ങളിലൊക്കെ നേട്ടമുണ്ടാവും. പക്ഷേ അത് മെയ് 18 തീയതി ആകുമ്പോൾ ആ അനുകൂലാവസ്ഥ മാറും, അനുകൂലമല്ലാതാവും രാഹു മെയ് 18 മുതൽ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവർ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. എങ്കിലും ഇവർക്ക് 11ാം ഭാവത്തിലെ ലാഭസ്ഥാനത്ത് ശനി, സർപ്പം, ശുക്രൻ, ബുധൻ ഇവ നിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിൽ ഇവർക്ക് പ്രധാനമായിട്ടും സാങ്കേതിക മികവ് കൊണ്ട് ഇവർക്ക് വിസ്മയങ്ങൾ സൃഷ്ടിച്ച് അതിൽ നിന്ന് ഇവർക്ക് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും. അതുപോലെ ചൊവ്വ ഇവിടെ അനുകൂലമാണ്. നീചരാശിയിലാണെങ്കിലും ചൊവ്വ അനുകൂലമാണ്. അപ്പോൾ നിയമപ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് മറികടക്കാൻ ഇവർക്ക് നിസ്സാരമായി കഴിയും. ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ, അതായത് കൃഷി, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇവർക്ക് ധനവരവ് കാണുന്നു. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉണ്ടാവും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. പൊതുവെ ഇടവൻ രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ഇടിവെട്ട് സൗഭാഗ്യമുള്ള ദിവസങ്ങളാണ്. ഇനി മിഥുനം രാശി. മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം. ഇവർക്ക് ശനി ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത്, കർമ്മസ്ഥാനത്താണ് നിൽക്കുന്നത്. എങ്കിലും അത് കണ്ടശനിയാണ്. എങ്കിലും ശുക്രൻ്റെയും ഒരു അനുകൂലമായ അവസ്ഥ, ശനിയോടൊപ്പം ശുക്രൻ നിൽക്കുന്നതിനാൽ ഈ ശനിദോഷം അല്പം കുറയും. അതുപോലെ തന്നെ ബുധൻ അനുകൂലമാണ്, സൂര്യനും അനുകൂലമാണ്. സൂര്യൻ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ്. അപ്പോൾ ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ അനുഭവത്തിൽ വരും. എങ്കിലും ശനിയും വ്യാഴവും പൊതുവെ പ്രതികൂലമാണ് നിൽക്കുന്നത്. എങ്കിലും ശനിയും വ്യാഴവും ഒഴിച്ച് ബാക്കി ഉള്ള ഗ്രഹങ്ങൾ, സൂര്യനും ബുധനും അനുകൂലമാണ്. ബാക്കിയുള്ള 5 ഗ്രഹങ്ങൾ പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് തരുന്നത്. അപ്പോൾ മൊത്തത്തിൽ കണക്കാക്കുമ്പോൾ നമുക്ക് ഏകദേശം ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയാം. തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ പ്രധാനമായിട്ടും ഇവർക്ക് ഞങ്ങൾ എടുത്തു പറയുന്നു. ഇനി കർക്കിടകം രാശി. കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ പുണർദം അവസാന 3 പാദം, പുണർദം ആദ്യം അവസാന പാദം, പൂയം, ആയില്യം. കർക്കിടകം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. അതിൽ തന്നെ അല്പം മുന്തിയ അളവിൽ ഇവർക്ക് നേട്ടമുണ്ടാവും. കാരണം ചന്ദ്രൻ ചൊവ്വയോടൊപ്പം ജന്മത്തിൽ നിൽക്കുന്നു. അപ്പോൾ ഈ ചൊവ്വയുടെ ആ പ്രതികൂലാവസ്ഥ കുറച്ച് മാറും. ഒരു 10% കുറഞ്ഞ പക്ഷം മാറും. അത് മാത്രമല്ല, സ്വക്ഷേത്രത്തിലാണല്ലോ ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ അതിന് ചന്ദ്രൻ്റെ പ്രഭാവം കൂടും. അപ്പോൾ
ഈ ചൊവ്വ കൊണ്ടുള്ള ദോഷങ്ങൾ കുറേയൊക്കെ മാറിക്കിട്ടും. പൊതുവെ ഇവർക്ക് കർമ്മഭാവത്തിൽ 10ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു. അപ്പോൾ തൊഴിൽപരമായിട്ട് ഇവർക്ക് നേട്ടമാണ്. പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ പ്രതീക്ഷിക്കാം. 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വ്യാഴം നിൽപ്പുണ്ട്. അത് ലൗകിക ഭൗതിക സുഖങ്ങൾ ഇവർക്ക് അനുഭവവേദ്യമാക്കും. എങ്കിലും മെയ് 14 വ്യാഴം മാറുകയാണ്. അതിനുശേഷം ഒരു 2 വർഷത്തേക്ക് വ്യാഴത്തിൻ്റെ ഒരു ഗുണഫലങ്ങൾ കാര്യമായിട്ടൊന്നും കിട്ടില്ല. അപ്പോൾ അത് മനസ്സിലാക്കി ഈ മെയ് 14 വ്യാഴം മാറുന്നതിന് മുമ്പായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. പിന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ബന്ധങ്ങൾ സുദൃഢമാവും. ശുക്രനും വ്യാഴവും അനുകൂലമാണ്. അതുപോലെ തന്നെ ഊഹക്കച്ചവടങ്ങളിലൊക്കെ നേട്ടമുണ്ടാവും. പൊതുവെ കർക്കിടകം രാശിക്ക് അത്യാവശ്യം ഗുണാധിക്യത്തിൽ തന്നെ അല്പം കൂടുതൽ ഗുണം കിട്ടുന്ന ദിവസങ്ങളാണ്. ചൊവ്വയുടെ ആ പ്രതികൂലാവസ്ഥ കുറച്ചൊക്കെ മാറുകയും ചെയ്യും ചന്ദ്രൻ്റെ സാമീപ്യം കൊണ്ട്. ഇനി ചിങ്ങം രാശി എന്ന് പറയുമ്പോൾ മകം, പൂര, ഉത്രം, ആദ്യപാദം. ഇവർക്ക് 4 ഗ്രഹങ്ങൾ പ്രതികൂലമാണ്. അഷ്ടമത്തിൽ ശനിയും സർപ്പവും നിൽക്കുന്നു. ചന്ദ്രനും ചൊവ്വയും വ്യയസ്ഥാനത്ത്, നഷ്ടസ്ഥാനത്ത് 12ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ പൊതുവെ ഇവർക്ക് അത്ര ഗുണകരമായിട്ടുള്ള ദിവസങ്ങളല്ല. എങ്കിലും ബുധനും ശുക്രനും അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ അത്യാവശ്യം ധനവരമൊക്കെ ഉണ്ടാവുമെങ്കിലും പൊതുവെ ഇവർക്ക് അത്ര ഗുണകരമായിട്ടുള്ള ദിവസങ്ങളല്ല. ചിങ്ങം രാശിക്ക് 3-4 ദിവസങ്ങളിലൊക്കെ, അതായത് മെയ് 3-4 ദിവസങ്ങളിൽ അത്ര നല്ല ഗുണകരമായിട്ടുള്ള ദിവസങ്ങളല്ല. ഇനി മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഇവർക്ക് ഗുണകരമായിട്ട് മാറും. പ്രത്യേകിച്ച് വ്യാഴം 11ാം ഭാവത്തിലേക്ക് ലാഭസ്ഥാനത്തേക്ക് വരികയാണ് മെയ് 14. അപ്പോൾ അന്ന് മുതൽ ഏകദേശം 1 വർഷം അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങൾ വരാൻ കിടക്കുകയാണ്. എങ്കിലും അഷ്ടമശനി തുടരും. എങ്കിലും പൊതുവെ ഇവർക്ക് അഷ്ടമരാഹു മെയ് 18 മാറിക്കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നല്ല കാലങ്ങൾ ഇനി വരാൻ കിടക്കുകയാണ്. ഏകദേശം ഒരു 2 ആഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് നല്ല മാറ്റങ്ങൾ പൊതുവെ ജീവിതത്തിലുണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇനി കന്നിരാശി. ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ചന്ദ്രനും ചൊവ്വയും കൂടി വരുന്നു. അപ്പോൾ പ്രധാനമായിട്ട് ഞങ്ങൾ പറയുന്നത് ഗൃഹലാഭം, വീടിൻ്റെ ഒരു ഇപ്പം നമുക്ക് വീട് കെട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് ലോൺ കിട്ടിയോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതായത് വീടുമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായിട്ടുള്ള സംഭവങ്ങളുണ്ടാവും. നിങ്ങൾ പുതിയ വീട് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വീട് നിർമ്മാണം തുടങ്ങിയെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായിട്ടുള്ള സംഭവങ്ങളുണ്ടാവും. അതുപോലെ തന്നെ പുതുതായിട്ട് വീട് കെട്ടാനുള്ള നിർമ്മിക്കാനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ലോൺ എടുക്കാനോ ഒക്കെ ചെയ്യാൻ ഉള്ള നല്ല ദിവസങ്ങളാണ് ഈ 3-4. അപ്പോൾ വീടുമായിട്ട് ബന്ധപ്പെട്ട് ഏത് കാര്യത്തിനും നമുക്ക് ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോകാം. എങ്കിലും സൂര്യൻ ഇവിടെ അഷ്ടമത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ കേതു ജന്മത്തിൽ നിൽക്കുകയാണ്. ശനി 7ാം ഭാവത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. എങ്കിലും പൊതുവെ വ്യാഴം ഭാഗ്യസ്ഥാനത്തുണ്ട്. കൂടാതെ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ചന്ദ്രനും ചൊവ്വയും.
അപ്പോൾ ഈ ചന്ദ്രൻ എന്ന് പറയുന്നത് വീടുമായിട്ട് ഗൃഹവുമായിട്ട് ബന്ധപ്പെട്ട ഗ്രഹമാണ്. അതുപോലെ ചൊവ്വ എന്ന് പറയുന്നത് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട, അതാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ഇവർക്ക് ഗൃഹലാഭം ഉണ്ടാവും. ഗൃഹം വീടുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് പ്രവർത്തനത്തിനും നല്ല ദിവസങ്ങളാണ് ഇവർക്ക്. അത് അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും, അനുകൂലമായിട്ടുള്ള റിസൾട്ടിലേക്ക് എത്തിച്ചേരും ഈ ദിവസങ്ങളിൽ വീടുമായിട്ട് ബന്ധപ്പെട്ട ഏത് നീക്കം നടത്തിയാലും. ഓക്കെ, ഇനി തുലാം രാശി. ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യ 3 പാദം. ഇവർക്ക് 6 ഗ്രഹങ്ങൾ അനുകൂലമാണ്, ചന്ദ്രൻ ഉൾപ്പെടെ. ചന്ദ്രൻ അനുകൂലമായിട്ട് നിൽക്കുന്നു 10ാം ഭാവത്തിൽ, കർമ്മഭാവത്തിൽ. അപ്പോൾ പൊതുവെ ഇവർക്ക് കർമ്മമേഖലയിൽ തൊഴിൽപരമായിട്ട് നേട്ടം പ്രതീക്ഷിക്കാം. അതുപോലെ ശനി, സർപ്പം, ബുധൻ ഇവ 6ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇവർ ബന്ധപ്പെടുന്ന ഏതൊരു പ്രവർത്തനത്തിനും നേട്ടമുണ്ടാവും. ഒരു പോസിറ്റീവ് റിസൾട്ട് പൊതുവെ ഇവർക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ചൊവ്വ അനുകൂലമായിട്ട് നിൽക്കുന്നു. അത് മാത്രമല്ല, മറ്റ് ഗ്രഹങ്ങൾ ശുക്രൻ, സൂര്യൻ, വ്യാഴം ഇവ 3ഉം അനുകൂലമല്ലെങ്കിലും പൂർണ്ണമായും പ്രതികൂലമല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രതികൂലമായിട്ടുള്ള ഗ്രഹങ്ങൾ, വ്യാഴം പ്രതികൂലമാണെന്ന് പറയാം, എങ്കിലും സാങ്കേതികമായിട്ട് അത്യാവശ്യം ഗുണങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യാഴം ഇവരുടെ ധനസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം ധനപരവും അതിൻ്റെ പേരിലും കിട്ടും. അത് അതുപോലെ തന്നെ വ്യാഴം ഒരു ശുഭഗ്രഹമാണ്. അത് മാത്രമല്ല, മെയ് 14-ാം തീയതി വ്യാഴം അനുകൂലമായിട്ടുള്ള ഭാവത്തിലേക്ക് മാറും, അതായത് ഭാഗ്യസ്ഥാനത്തേക്ക് മാറും. അപ്പോൾ അത് മാറുന്നതിൻ്റെ മുമ്പ് തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. അപ്പോൾ ചുരുക്കത്തിൽ പൊതുവെ ഇവർക്ക് ഈ ദിവസങ്ങൾ അടിപൊളി ദിവസങ്ങളാണ്, ഗുണാധിക്യമാണ് കാണുന്നത്. അതിൽ തന്നെ ചന്ദ്രൻ സ്വക്ഷേത്ര ബലവാനായിട്ട് കർമ്മസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. തൊഴിൽ രംഗത്ത് അത്യാവശ്യം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പൊതുവെ തുലാം രാശിക്ക് ഈ മെയ് 3-4 ദിവസങ്ങളിൽ അനുകൂലമായിട്ടുള്ള ദിവസങ്ങളാണ്, ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി വൃശ്ചികം രാശി. വൃശ്ചികം രാശി എന്ന് പറയുമ്പോൾ വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് അടിപൊളി ദിവസങ്ങളാണ്. കാരണം പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവും തൽക്കാലമില്ല. ഗുണദോഷ സമ്മിശ്രമായിട്ട് 4 ഗ്രഹങ്ങളുണ്ട്. എങ്കിലും പൊതുവെ ഇവർക്ക് 5 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ പ്രതികൂലമായിട്ട് കഠിനമായ പ്രതികൂലാവസ്ഥ ഒരു ഗ്രഹവും സൃഷ്ടിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബലത്തിൽ ഇവർക്ക് 5 ഗ്രഹങ്ങളെ അനുകൂലമായിട്ടുള്ളൂ ഡയറക്റ്റായിട്ട്. എങ്കിലും ഞങ്ങൾ പറയുന്നു അടിപൊളി ദിവസങ്ങളാണ്. പ്രത്യേകിച്ച് തൊഴിൽപരമായിട്ട് ഇവർക്ക് നേട്ടമുണ്ടാവും. കാര്യം സൂര്യൻ അനുകൂലമാണ്. പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇവർക്ക് ഊഹക്കച്ചവടങ്ങളിലൊക്കെ നേട്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ശമ്പള വർധനവിനൊക്കെ സാധ്യതയുണ്ട്. കാര്യം സൂര്യനും ശുക്രനും ഒക്കെ അനുകൂലമായിട്ട് വരുന്നു. വ്യാഴം 7ാം ഭാവത്തിൽ, അത് ദാമ്പത്യ ജീവിതത്തിൽ. അതുപോലെ തന്നെ പൊതുവെ ശുക്രനും വ്യാഴവും ഒക്കെ അനുകൂലമായതുകൊണ്ട് ഈ സൗഹൃദങ്ങൾ ഊട്ടി ഉറപ്പിക്കപ്പെടും. അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും, എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും ഊഷ്മളമാവും. അതുപോലെ തന്നെ വിവാഹം കാത്തു നിൽക്കുന്ന യുവതികൾക്ക് അനുകൂലമായിട്ടുള്ള സംഭവങ്ങളുണ്ടാവും. പൊതുവെ വൃശ്ചികം രാശിക്ക് ഇടിവെട്ട് സൗഭാഗ്യമുള്ള ദിവസങ്ങളാണ്. ഇനി ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം.
ധനുരാശിക്ക് 4 ഗ്രഹങ്ങൾ പ്രതികൂലമാണ്. അത്ര നല്ല ദിവസങ്ങളല്ല ഇവർക്ക്. ശനിയും വ്യാഴവും ഒക്കെ പ്രതികൂലമാണെങ്കിലും വ്യാഴം മെയ് 14 അനുകൂലമായിട്ട് മാറും. അപ്പോൾ അതിൻ്റെ ഒരു ഗുണങ്ങളുടെ അവസ്ഥ ഇപ്പോഴേ കണ്ടു തുടങ്ങും. ഒരു 2 ആഴ്ചയുണ്ട് ഇനി. എന്നാൽ തന്നെയും അത് നല്ല ഫലങ്ങൾ കണ്ടു തുടങ്ങും. തീർച്ചയായിട്ടും മെയ് 14 ശേഷം ഇവർക്ക് 1 വർഷം വ്യാഴത്തിൻ്റെ അനുകൂലാവസ്ഥ ഉണ്ട്. നേട്ടങ്ങളാണ്. എങ്കിലും കണ്ടകശനി തുടരും. പിന്നെ ഇവിടെ അഷ്ടമത്തിലാണ് ചന്ദ്രനും ചൊവ്വയും. അപ്പോൾ വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക. അതായത് ലോൺ എടുക്കാനോ അല്ലെങ്കിൽ പുതിയ ഒരു വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് മാറ്റിവെക്കുക. അതുപോലെ തന്നെ വാഹനം ഈ ദിവസങ്ങളിൽ എടുക്കരുത്. അഷ്ടമത്തിലാണ് ചന്ദ്രനും ചൊവ്വയും. അതുപോലെ തന്നെ വീട് മാറുന്നതിന്, വീട് പാല് കാച്ചുന്നതിനൊക്കെ ഈ ദിവസങ്ങൾ തീരെ കൊള്ളില്ല. കാരണം ചന്ദ്രനും ചൊവ്വയും അഷ്ടമത്തിലാണ് ധനുരാശിക്ക്. പിന്നെ ബുധനും ശുക്രനും അനുകൂലമാണ്. ഇവിടെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവും. എങ്കിലും അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും. പിന്നെ ബന്ധങ്ങളൊക്കെ പൊതുവെ നേട്ടങ്ങളൊക്കെ കൊണ്ടുവരുമെങ്കിലും പൊതുവെ ഇവർക്ക് അത്ര നല്ല ദിവസങ്ങളല്ല ഈ ദിവസങ്ങൾ. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവർ മാറ്റിവെക്കുന്നതാണ് നല്ലത്. ഇനി മകരം രാശി. മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. കാരണം ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് കാര്യമായ ഗ്രഹങ്ങളൊന്നും കാണുന്നില്ല. ഗുണദോഷ സമ്മിശ്രമായിട്ട് ഏകദേശം 4 ഗ്രഹങ്ങളുണ്ട്. അതേസമയം അനുകൂലമായിട്ട്, ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് 5 ഗ്രഹങ്ങളുണ്ട് താനും. അപ്പോൾ ഇവർക്ക് പ്രധാനമായിട്ടും ഗോളി ഇല്ലാത്ത പോസ്റ്റിൽ ഗോൾ അടിക്കാനുള്ളൊരു അവസ്ഥയിലാണ് മകരം രാശിക്കാർ. അപ്പോൾ ഇവർക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. വ്യാഴം, ശനി, സർപ്പം, ശുക്രൻ, കേതു ഇവയൊക്കെ അനുകൂലമാണ്. 6 ഗ്രഹങ്ങൾ അനുകൂലമാണ്. ചന്ദ്രനും അനുകൂലമാണ്, ശുക്രനും അനുകൂലമാണ്. അപ്പോൾ ഇവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഊഹക്കച്ചവടങ്ങളിൽ നേട്ടം പ്രതീക്ഷിക്കാം. അതുപോലെ സാങ്കേതിക മികവ് കൊണ്ട് ഇവർക്ക് നേട്ടങ്ങളുണ്ടാവും. ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഈ ദിവസങ്ങളിൽ അനുകൂലമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും, പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും. പൊതുവെ ഇവർക്ക് സർവ്വവിധ സൗഭാഗ്യം, പിന്നെ ഭൗതിക സുഖങ്ങൾ, ലൗകിക സുഖങ്ങൾ ഇവയൊക്കെ അനുഭവവേദ്യമാവും. നല്ല ദിവസങ്ങളാണ്, ഇടിവെട്ട് ദിവസങ്ങളാണ് മകരം രാശിക്ക് ഈ ദിവസങ്ങൾ എന്ന് ഞങ്ങൾ പറയുന്നു. ഇനി കുംഭം രാശി. കുംഭം രാശിക്കും ഗുണാധിക്യമാണ് കാണുന്നത്. അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാവും. അതുപോലെ തന്നെ ഗൃഹലാഭം ഉണ്ടാവും. നിയമ പ്രശ്നങ്ങളിൽ നിന്ന് തലയൂരാൻ പറ്റും. അതുപോലെ തന്നെ ഭൂമി, വീട് തുടങ്ങിയ കാര്യങ്ങളിൽ, റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ നേട്ടമുണ്ടാവും. കാരണം ചന്ദ്രനും ചൊവ്വയും ഇവിടെ അനുകൂലമായിട്ട് നിൽക്കുന്നു 6ാം ഭാവത്തിൽ. അപ്പോൾ അത് മാത്രമല്ല, ചന്ദ്രൻ സ്വക്ഷേത്ര ബലവാൻ കൂടിയാണ്. അപ്പോൾ പൊതുവിൽ ഇവർക്ക് കൃഷി, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടമുണ്ടാവും. അതുമാത്രമല്ല, ഈ ഗൃഹലാഭം, വാഹനലാഭം ഒക്കെ, വാഹനമൊക്കെ എടുക്കാൻ പറ്റിയ ദിവസങ്ങളാണ്. ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാനോ അങ്ങനെയൊക്കെ ഉള്ള ദിവസങ്ങൾ നല്ല ദിവസങ്ങളാണ്. അതുപോലെ തന്നെ പൊതുവെ ഇവർക്ക് സൂര്യനും ചൊവ്വയും അനുകൂലമായതിനാൽ പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തുമൊക്കെ ഉയർച്ചയുണ്ടാവും. ബുധനും ശുക്രനും അനുകൂലമാണ്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും. കാരണം സൂര്യൻ അനുകൂലമാണ് ഇവിടെ. അതും ഉച്ചരാശിയിൽ നിൽക്കുന്ന സൂര്യനാണ്. അപ്പോൾ തൊഴിൽ ലാഭം,
ശമ്പള വർധനവ്, അതുപോലെ തന്നെ സന്താന നേട്ടം, പിതൃഗുണം ഇവയൊക്കെ പ്രതീക്ഷിക്കാം. ഇനി മീനം രാശി, പൂരുരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്ക് മെയ് 6 ബുധൻ അനുകൂലമായിട്ട് മാറുന്നുണ്ട്. അതുപോലെ ജൂൺ 6 ചൊവ്വയും അനുകൂലമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ നല്ല കാലം വരാൻ പോവുകയാണ്. എങ്കിലും ഈ ദിവസങ്ങൾ അത്ര ഗുണകരമായിട്ടുള്ള ദിവസങ്ങളല്ല. ശുക്രൻ മാത്രമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളത്. അതുപോലെ തന്നെ ശനിയും സർപ്പവും ഒക്കെ പ്രതികൂലവുമാണ്. എങ്കിലും സർപ്പം ഇവിടെ മെയ് 18 നമുക്ക് ജന്മത്തിൽ നിന്ന് മാറിക്കിട്ടുന്നു, അത്രയും ദോഷം കുറയും. അപ്പോൾ മീനം രാശിക്ക് നല്ല കാലം വരാൻ കിടക്കുകയാണ്. ഏകദേശം ഒരു 10-25 ദിവസത്തിനുള്ളിൽ, ഏകദേശം മാക്സിമം ഒരു മാസത്തിനുള്ളിൽ പൊതുവെ ഇവർക്ക് നല്ല കാലം തുടങ്ങുകയാണ്. പ്രത്യേകിച്ച് ജൂൺ 6 ചൊവ്വ അനുകൂലമായിട്ട് മാറുന്നുണ്ട്, 6ാം ഭാവത്തിലേക്ക് മാറും. അപ്പോൾ അത് വളരെയധികം അനുകൂലമാണ്. ഏകദേശം 45 ദിവസം ചൊവ്വ അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി നേട്ടങ്ങളുണ്ട്. അതൊക്കെ ആ കാലഘട്ടത്തിൽ പറയാം. എനിവേ, മീനം രാശിക്ക് അത്ര ഗുണകരമായിട്ടുള്ള ദിവസങ്ങളല്ല, പക്ഷേ വരുന്നുണ്ട്. നല്ല ഇടിവെട്ട സൗഭാഗ്യങ്ങൾ മീനം രാശിയും കാത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഭാഗ്യ നമ്പറുകൾ നോക്കാം. 3-5-2025 8 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 9, 3, 5, 2, 0 ഇവ ഭാഗ്യസംഖ്യകളാണ്. 4-5-2025 9 തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 8, 4, 5, 2, 0 ഇവ ഭാഗ്യസംഖ്യകളാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 3-4 തീയതികളിൽ രാവിലെ 4:34 AM മുതൽ രാവിലെ 5:22 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. 3-4 തീയതികളിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. നല്ല പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ബ്രഹ്മമുഹൂർത്തത്തിൽ. ഇനി അഭിജിത്ത് മുഹൂർത്തം 3-4 തീയതികളിൽ ഉച്ചയ്ക്ക് 11:58 AM മുതൽ ഉച്ചയ്ക്ക് 12:48 PM വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. 3-4 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇനി രാഹുകാലം 3-ാം തീയതി രാവിലെ 9:17 AM മുതൽ രാവിലെ 10:50 AM വരെയാണ് രാഹുകാലം 3-ാം തീയതി. 4-ാം തീയതി രാഹുകാലം രാവിലെ വൈകിട്ട് 5:03 PM മുതൽ വൈകിട്ട് 6:36 PM വരെയാണ് 4-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുക. ഇനി ഭാഗ്യ നിറങ്ങൾ 3-ാം തീയതി ശനിയാഴ്ച കറുപ്പ് അല്ലെങ്കിൽ നീല, 4-ാം തീയതി ഞായറാഴ്ച ചുവപ്പ്, 5-ാം തീയതി തിങ്കളാഴ്ച നീല അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാവുന്നതാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം, ശുഭദിനം.